സർക്കിൾസിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, പി ക്യു ആൻഡ് ആർ എസ് ആർ ടു പാരലൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ആൻഡ് ലൈൻസ് ആർ പി ആൻഡ് എസ് ക്യു ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് ഒ. പ്രൂവ് ദാറ്റ് ഒ പി ഈക്വൽ ടു ഒ ക്യു. ഇവിടെ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. പി ക്യു ആർ എസ് ആർ ടു പാരലൽ കോഡ്സ് ആണ്. ഈ ഒരു സർക്കിളിൽ പാരലൽ കോഡ്സ് ആണ് പി ക്യു ആർ എസും. ആർ പിയും എസ് ക്യു ഒ എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒ പി ഈക്വൽ ടു ഒ ക്യു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കിതൊരു ട്രയാങ്കിൾ മാതിരി ഇല്ലേ, ട്രയാങ്കിൾ ഒ പി ക്യു ആണ്. അപ്പോൾ അതിൽ ഒ പി ഈക്വൽ ടു ഒ ക്യു കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഈ ആംഗിൾ, ഇതിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന്റെ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ ഒ പി ക്യു ഈക്വൽ ടു ആംഗിൾ ഒ ക്യു പി എന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ അതെങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. ഇവിടെ പി ക്യു നമുക്ക് ഗിവൺ എന്താണ്? പി ക്യു പാരലൽ ടു ആർ എസ്. ഈ രണ്ട് കോഡ്സും പാരലാണ്. നമ്മൾ രണ്ട് പാരലൽ ലൈനിന് ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഒ പി ക്യു, ഈ ആംഗിൾ ഒ ആർ എസ്, രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ ഒ പി ക്യു ഈക്വൽ ടു ആംഗിൾ ഒ ആർ എസ്, കറസ്പോണ്ടിങ് ആംഗിൾസ്. റീസൺ കറക്റ്റായിട്ട് എഴുതുക. കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അതുകൊണ്ട് അത് ഈക്വൽ ആയി. ഇത് ഇങ്ങനെ തന്നത് കൊണ്ട് മാത്രമേ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. പി ക്യു ആർ എസിന് പാരലാണ് തന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ഒ പി ക്യു ഈക്വൽ ടു ആംഗിൾ ഒ ആർ എസ്. അടുത്തത് ആംഗിൾ ഒ ക്യു പി ഈക്വൽ ടു ആംഗിൾ ഒ എസ് ആർ. ആംഗിൾ ഒ ക്യു പി ഈക്വൽ ടു ആംഗിൾ ഒ എസ് ആർ. അതിനും റീസൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഇനി ഇവിടെ നമുക്ക് ഇതൊരു സൈക്ലിക് കോർഡിലേറ്റർ ആണ്. ഏത്? പി ക്യു ആർ എസ് എന്ന് പറയുന്നത് സൈക്ലിക് കോർഡിലേറ്റർ ആണ്. നമുക്കറിയാം സൈക്ലിക് കോർഡിലേറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രിയാണ്. ഇവിടെ നമ്മൾ അതല്ല എടുക്കുന്നത്. അതായത് ഇതിന്റെ ഈ ഒരു സൈക്ലിക് കോർഡിലേറ്റർ ഈ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയി. ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് നമ്മൾ എടുക്കുന്നത്. എക്സ്റ്റീരിയർ ആംഗിൾ ഒ പി ക്യു. ഒ പി ക്യു എന്ന് പറയുന്നത് അതായത് ഒ എസ് ആറിന് ഈക്വൽ ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു തിയറം പറയുന്നുണ്ട് ഇതിൽ. ഇപ്പം ഇതൊരു സൈക്ലിക് കോർഡിലേറ്റർ ആണ് വിചാരിക്കുക. എ ബി സി ഡി ഇതൊരു സൈക്ലിക് കോർഡിലേറ്റർ ആണെങ്കിൽ നമ്മൾ ഇതിന് ഏതെങ്കിലും ഒരു ആംഗിളിന് ഇങ്ങോട്ടേക്ക്, അതാണ് ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ. അതായത് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്താണ്? 180 ഡിഗ്രിയാണ്. പക്ഷെ ഇതിന്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഇത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഈ ആംഗിളും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഇന്റീരിയർ ആംഗിൾസിന് ഈക്വൽ ആണ്. ഒരു സൈക്ലിക് കോർഡിലേറ്ററിൽ ഏതെങ്കിലും ഒരു ആംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഇന്റീരിയർ ആംഗിളിന് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് സമ്മ് 180 ഡിഗ്രിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ എടുക്കുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഇത് ഈ ഒരു കേസിൽ പി ക്യു ആർ എസ് എന്നുള്ള കോർഡിലേറ്ററിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതില് ഒ പി ക്യു എന്ന് പറയുന്നത് എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. ഈ ഒരു സൈക്ലിക് കോർഡിലേറ്റർ പി ക്യു ആർ എസ് എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോർഡിലേറ്റർ ആണ്. സൈക്ലിക് കോർഡിലേറ്റർ ആകുമ്പോൾ നമ്മൾ ഇതുവരെ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ എഴുതുന്നത് ആംഗിൾ ഒ പി ക്യു, ഈ സൈക്ലിക് കോർഡിലേറ്ററിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ. ആംഗിൾ ഒ പി ക്യു എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? ഇന്റീരിയർ ആംഗിൾ, ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസിന് ഈക്വൽ ആണ്. ഒ എസ് ആർ. അപ്പൊ ഇവിടെ നമ്മൾ എഴുതുക ഇൻ സൈക്ലിക് കോർഡിലേറ്റർ ഓപ്പോസിറ്റ്, അതായത് എക്സ്റ്റീരിയർ ആംഗിൾ is equal to opposite interior angles. ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിളിന് ഈക്വൽ ആണ്. അത് ഒരു തിയറം വെച്ചിട്ട് തന്നെ പറയാനുള്ളത്. അതായത് ഒ പി ക്യു എന്ന് പറയുന്നത് ഒ എസ് ആറിന് ഈക്വൽ ആണ്. അതുപോലെ നമുക്ക് എന്ത് എഴുതാം? ഒ ക്യു പി, ആംഗിൾ ഒ ക്യു പി ഈക്വൽ ടു ഒ ക്യു പി, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആർ. ഒ ആർ എസ്.
അപ്പോൾ രണ്ടിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് നമ്മളിവിടെ ഈക്വൽ ആക്കിയിട്ട് പറഞ്ഞത്. ഒ പി ക്യൂ എന്നുള്ള എക്സ്റ്റീരിയർ ആംഗിൾ അതിന്റെ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിളിന് OSRന് ഈക്വൽ ആണ്. അതുപോലെ OQP എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏത് R, അത് ORSന് ഈക്വൽ ആണ്. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇത് നോക്കുവാണെങ്കിൽ OPQ ഏതിന് ഈക്വൽ ആണ്? ORSന് ഈക്വൽ ആണ്. ഇവിടെ OQP ഏതിന് ഈക്വൽ ആണ്? ORSന് ഈക്വൽ ആണ്. അതുപോലെ OQP OSRന് ഈക്വൽ ആണ്. ഇതിൽ ഈ ഇക്വേഷൻസ് നമ്മളിപ്പോൾ 4 എണ്ണാണ് കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇവിടെ കണ്ടില്ലേ, OQP എന്ന് പറയുന്നത് OSR ആണ്, OQP എന്ന് പറയുന്നത് OSR ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആവുമ്പോൾ ഈ രണ്ട് സൈഡും നമുക്ക് ഈ രണ്ട് ആംഗിളും ഈക്വൽ എന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഡയറക്റ്റ് എഴുതാം നമുക്ക്. ആംഗിൾ OPQ ഈക്വൽ ടു ആംഗിൾ OQP. അപ്പൊ അതിന്റെ ബേസ് ആംഗിൾ നമുക്ക് ഇതിൽ നിന്ന് എന്തായി? ഈക്വൽ ആയിട്ട് കിട്ടി. ആംഗിൾ OPQ ഈക്വൽ ടു ആംഗിൾ OQP എന്ന് കിട്ടി. ബേസ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore OP ഈക്വൽ ടു OQ. അവിടെ റീസൺ എഴുതുക. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. എല്ലാം നമ്മൾ ട്രയാങ്കിൾസിൽ പഠിച്ചതാണ് ഈ തിയറം അല്ലെ. ആംഗിൾ ബേസ് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇവിടെ നമുക്ക് ബേസ് ആംഗിൾ ആണ് ഈക്വൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ സൈഡ്സ് ഈക്വൽ ആണ്. OP ഈക്വൽ ടു OQ. അപ്പൊ ഇതിൽ ഇത്രയും കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടതുള്ളൂ. ആദ്യം എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. PQ പാരലൽ ടു RS ആണ്. PQ പാരലൽ ടു RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. അതായത് OPQ ഈക്വൽ ടു ORS, OQP ഈക്വൽ ടു OSR. നമ്മൾ ആദ്യം അതാണ് എഴുതിയത്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി. പിന്നെ എന്ത് ചെയ്യുന്നത്? PQRS ഒരു സൈക്ലിക് കോർഡിനേറ്റർ ആവുമ്പോൾ അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾസ് നമുക്കിവിടെ OPQയും OQPയും ആണ് വേണ്ടത്. അപ്പൊ അത് ഓർമ്മയിൽ വെച്ചാൽ OPQ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസിന് ഈക്വൽ ആണ്. OPQ എന്ന് പറയുന്നത് ഈ സൈക്ലിക് കോർഡിനേറ്ററിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസിന് ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ OPQ എന്ന് പറയുന്നത് ആംഗിൾ OSR ആണ്. അതുപോലെ ആംഗിൾ OQP എന്ന് പറയുന്നത് ആംഗിൾ ORSന് ഈക്വൽ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? OPQ എന്ന് പറയുന്നത് OQP ആണ്. ബേസ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് അവിടെ സൈഡ്സ് ഈക്വൽ ആയി. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇൻ ഫിഗർ O ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. OP പെർപെൻഡിക്കുലർ ടു AB, OQ പെർപെൻഡിക്കുലർ ടു CD. OQ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്. OQ CDക്ക് പെർപെൻഡിക്കുലർ ആണ്, OP ABക്ക് പെർപെൻഡിക്കുലർ ആണ്. അവിടെ AB പാരലൽ ടു CD. AB ഈക്വൽ ടു 6 സെന്റിമീറ്റർ, CD ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ഡിറ്റർമൈൻ PQ. ഇവിടെ നമുക്ക് PQ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ PQ ആദ്യം എങ്ങനെ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാം. നമുക്ക് PQ ആണ് കിട്ടേണ്ടത്. PQ എന്ന് പറയുന്നത് OP അല്ലെ, OPയിൽ നിന്ന് മൊത്തം ഡിസ്റ്റൻസ് ഓയിൽ നിന്ന് ഇവിടം വരെ ഉള്ളത് OPയിൽ നിന്ന് OQ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? PQ എന്നുള്ളത് കിട്ടും. OPയിൽ നിന്ന് OQ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ PQ കിട്ടും. അപ്പോൾ OPയും OQ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ റേഡിയസ് സെന്ററിന് സർക്കിളിൽ ടച്ച് ചെയ്യുന്നതാണ് അതിന്റെ റേഡിയസ് അല്ലെ. OCയും OAയും എല്ലാം എന്താണ്? റേഡിയസ് ആണ്. അപ്പൊ അത് ഈക്വൽ ആണ്. അത് എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസ് ഇസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്. അതായത് സർക്കിളിന്റെ സെന്ററിന് കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരികയാണെങ്കിൽ അതെന്ത് ചെയ്യും? ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് OP പെർപെൻഡിക്കുലർ ടു AB ആണ്. AB എന്താണ്? ഇവിടെ AB കോഡാണ്. അപ്പൊ സർക്കിളിന്റെ സെന്ററിൽ നിന്നാണ് ഈ കോഡിലേക്ക് OP എന്നുള്ള ലൈൻ. അങ്ങനെയാണെങ്കിൽ ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? OP പെർപെൻഡിക്കുലർ ടു AB ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? AP ഈക്വൽ ടു PB ആണ്. കാരണം പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ നമ്മൾ പഠിച്ചതാണ് ആ ഒരു തിയറം. പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ
bisect the chord. Perpendicular from the center to the chord. Bisect the chord. ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ എ പി ഈക്വൽ ടു പി ബി കിട്ടും. എ ബി എത്രയാണ്? 6 ആണ്. എ ബി 6 ആണെങ്കിൽ എ പി എന്ന് പറയുന്നതും പി ബി എന്ന് പറയുന്നതും എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഹാഫ് ആയിരിക്കും. ബൈസെക്റ്റ് ചെയ്യില്ല, അപ്പോൾ നേരെ പകുതി എഴുതുക. അപ്പോൾ എ പി എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 3 സെൻറ്റിമീറ്റർ. ഒ എ എത്രയാണ്? ഒ എ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അതെന്താണ്? റേഡിയസ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഇത് പെർപെൻഡിക്കുലർ ആണ് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞു ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്, ഒ ക്യു പെർപെൻഡിക്കുലർ ടു സി ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഒ എ പി എന്നുള്ളത് എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഒ എ പി എന്നുള്ള റൈറ്റ് ട്രയാങ്കിളിൽ നമുക്കിപ്പോൾ എന്തൊക്കെ അറിയാം? ഒ എ അറിയാം, എ പി അറിയാം. അങ്ങനെയാണെങ്കിൽ ഒ പി കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കുന്നു. ഇൻ ട്രയാങ്കിൾ OAP, in triangle OAP, OA square equal to OP square plus AP square ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? OP square. അപ്പോൾ OP square equal to OA square minus AP square. അപ്പോൾ OP എന്ന് പറയുന്നത് റൂട്ട് ഓഫ് OA square. OA എത്രയാണ്? 5 സ്ക്വയർ മൈനസ് AP സ്ക്വയർ 3 സ്ക്വയർ. 5 3 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് ആണ്. അടുത്തത് 4 ആണ് വരിക. അപ്പം നമുക്ക് നോക്കാം. 25 മൈനസ് 9, 25 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 16 ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് ഇവിടെ ഒ പി ഈക്വൽ ടു ഒ പി കിട്ടി. ഒ പി എന്ന് പറയുന്നത് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി എന്താണ് നമുക്ക് കിട്ടേണ്ടത്? ഒ ക്യു അറിയണം. ഒ ക്യു അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ മതി, ഒ സി ക്യു. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒ സി ക്യു, ട്രയാങ്കിൾ ഒ സി ക്യൂയിൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഒ ക്യു സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സൈഡ് മാത്രമേ പ്ലസ് ചെയ്തിട്ട് എഴുതുള്ളൂ. ഹൈപ്പോട്ടന്യൂസ് സൈഡാണ് കണ്ടുപിടിക്കണമെങ്കിൽ സി ക്യു സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ കിട്ടും. വേറെ ഏത് സൈഡാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലും ഹൈപ്പോട്ടന്യൂസ് സൈഡിൽ നിന്ന് അതിൻ്റെ സ്ക്വയറിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഒ ക്യു സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഒ സി സ്ക്വയർ മൈനസ് സി ക്യു സ്ക്വയർ. അപ്പോൾ ഒ ക്യു എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഒ സി സ്ക്വയർ. ഒ സി സ്ക്വയർ എത്രയാണ്? ഇതും അതേപോലെ തന്നെയാണ്. അതായത് സി ക്യു ഈക്വൽ ടു ക്യു ഡി ആണ്. സി ക്യു ഈക്വൽ ടു ക്യു ഡി ആവുമ്പോൾ അവിടെ സി ഡി എത്രയാണ് നമുക്ക് തന്നിട്ടില്ല? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ സി ക്യു എന്ന് പറയുന്നത് അവിടെ 4 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ ഒ സി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. 5 സ്ക്വയർ മൈനസ് ഒ ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. സി ക്യു എന്ന് പറയുന്നത് എത്രയാണ്? 4. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും എന്തായിരിക്കും? ആൻസർ 3 ആയിരിക്കും. ഒ ക്യു എന്ന് പറയുന്നത് 3 ആണ് കിട്ടുക. 25 മൈനസ് 16 എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് 9. റൂട്ട് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒ പി എന്ന് പറയുന്നത് നമുക്ക് 4 കിട്ടി, ഒ ക്യു എന്ന് പറയുന്നത് 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പി ക്യു ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പി ക്യു ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? പി ക്യു ഈക്വൽ ടു ആദ്യമേ നമ്മൾ പറഞ്ഞു പി ക്യു എന്ന് പറയുന്നത് എന്താണ്? ഒ പി മൈനസ് ഒ ക്യു. ഒ പി മൈനസ് ഒ ക്യു ആണ്. ഒ പി എത്രയാണ്? 4 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇത്രയേ ഓർമ്മിക്കേണ്ടതുള്ളൂ. അതായത് സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരികയാണെങ്കിൽ ആ കോഡിനെ അത് ബൈസെക്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എ ബി എത്രയാണെന്ന് തന്നിട്ടുണ്ട്, സി ഡി എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്, ഒ ക്യു പെർപെൻഡിക്കുലർ ടു സി ഡി ആണ്. അപ്പോൾ അതിൻ്റെ പകുതി വെച്ചിട്ട് അത് രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒ പിയും ഒ ക്യൂവും കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ പി ക്യു എന്താണെന്നുള്ളത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊരു നോട്ടിൽ എഴുതി വെച്ചിട്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. എ ബി ആൻഡ് സി ഡി ആർ two parallel chords of a circle such that AB equal to 10 cm, CD equal to 24 cm. If the chords are on the opposite sides of the center and the distance between them is 17 cm, find the radius of the circle. ചിലപ്പോൾ നമുക്കിതിന് ഫിഗർ തരില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ വരയണം? ഒരു സർക്കിൾ വരയ്ക്കുക.
അതിനുശേഷം എ ബി, അവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്, എ ബി ആൻഡ് സി ഡി ആർ പാരലൽ കോഡ്സ് ആണ്. അതിന്റെ ലെങ്ത് നോക്കുക. എ ബി എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങോട്ടാക്കിയിട്ട് അതിന്റെ ലെങ്ത് 24 സെന്റിമീറ്റർ ആണ്. അത് രണ്ടും പാരലൽ കോഡ്സ് ആണ്. പിന്നെ എന്താന്ന് പറയുന്നത്, സെന്ററിൽ നിന്നുള്ള അതിന്റെ ഡിസ്റ്റൻസ്, ഇവിടെ സെന്റർ ആണെങ്കിൽ സെന്ററിൽ നിന്ന് ഈ കോഡിലേക്ക് രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് മൊത്തമാണ് അവിടെ 17 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. രണ്ട് കോഡിലേക്കും കൂടിയിട്ടുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് 17 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. 17 സെന്റിമീറ്റർ. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ റേഡിയസ് ആണ് നമുക്ക് കാണേണ്ടത്. റേഡിയസ് കാണണമെങ്കിൽ ഇത് സെന്റർ ആണ്. സെന്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും അതിന്റെ റേഡിയസ്. അങ്ങനെയാണ് നമ്മൾ ഈ ഫിഗർ വരഞ്ഞത്. അതുപോലെ ഇത് ഈ ഡിസ്റ്റൻസ് ഒ പിയും ഒ ക്യൂവും ഈക്വൽ ആയിരിക്കില്ല. കാരണം സി ഡി 24 സെന്റിമീറ്ററും എ ബി 10 സെന്റിമീറ്ററും ആണ്. അപ്പോൾ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കിവിടെ പി ക്യു ആണ് എത്ര തന്നിട്ടുള്ളത്, പി ക്യു 17 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒ സി ഒ എ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്. അപ്പോൾ ഇതിന് 6 എന്ന് കൊടുത്തു, റേഡിയസ് ആയതുകൊണ്ട്. ഇവിടെ നമുക്കറിയാം, അതായത് സെന്ററിൽ ഇതിലേക്ക് പെർപെൻഡിക്കുലർ ആണ്. ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇത് പെർപെൻഡിക്കുലർ. അപ്പോൾ നമ്മൾ ആദ്യം എഴുതുന്നു, എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് എഴുതാം. എ ബി ഈക്വൽ ടു 10 സെന്റിമീറ്റർ, സി ഡി ഈക്വൽ ടു 24 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അവിടെ ഒ ക്യു പെർപെൻഡിക്കുലർ ടു സി ഡി ആണ്. ഒ ക്യു പെർപെൻഡിക്കുലർ ടു സി ഡി ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ആണ്. ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. അതായത് സി ക്യു ഈക്വൽ ടു ക്യു ഡി ആണ്. സി ക്യു ഈക്വൽ ടു ക്യു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 24ന്റെ ഹാഫ് എത്രയാണ്, 12. അപ്പോൾ സി ക്യു എന്ന് പറയുന്നത് 12 ആയിരിക്കും, 12 സെന്റിമീറ്റർ. അതുപോലെ ഇവിടെ ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. ഒ പി പെർപെൻഡിക്കുലർ ടു എ ബി ആകുമ്പോൾ ആ കോഡിനെ ബൈസെക്ട് ചെയ്യും. നമുക്ക് എങ്ങനെ എഴുതാം, എ പി ഈക്വൽ ടു പി ബി. അപ്പോൾ എ പി എന്ന് പറയുന്നത് അവിടെ നമുക്ക് എത്രയാണ് കിട്ടുക, 5 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് ഇവിടെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് കാണണമെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ. പക്ഷേ ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് പി ക്യു ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലെറ്റ് ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. ലെറ്റ് ഒ പി ബി എക്സ്. കാരണം ഇത് രണ്ടും എന്തായാലും ഈക്വൽ ആയിരിക്കില്ല. ഒ പി ഈക്വൽ ടു ഒ ക്യു അല്ല, നമുക്ക് പി ക്യു മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് നമ്മൾ ഒ പി എന്നുള്ളത് എക്സ് സെന്റിമീറ്റർ എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒ ക്യു എന്തായിരിക്കും, മൊത്തം 17 ആണ്. ഇവിടെ ഒ ക്യു എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ഒ ക്യു ഈക്വൽ ടു പി ക്യു മൈനസ് ഒ പി ആണ്. ഒ പി ആണ് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്, എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒ ക്യു എന്ന് പറയുന്നത് എന്തായിരിക്കും, 17 മൈനസ് എക്സ്. ഒ ക്യു എന്ന് പറയുന്നത് 17 മൈനസ് എക്സ്. ഇനി രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്തിട്ട് റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഒ പി എക്സ് സെന്റിമീറ്റർ ആണ്, ഒ ക്യു എന്ന് പറയുന്നത് 17 മൈനസ് എക്സ്. ആദ്യം ഇൻ ട്രയാങ്കിൾ ഒ സി ക്യൂയിൽ നമുക്ക് പൈതഗോറസ് തിയറം, ഒ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, സി ക്യു സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ. ഒ സി സ്ക്വയർ ഈക്വൽ ടു സി ക്യു സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ ആണ്. അതിൽ ഒ സി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് സി ക്യു സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ എന്നുള്ളത്. സി ക്യു സ്ക്വയർ എത്രയാണ്, സി ക്യു നമ്മൾ പറഞ്ഞു 12. അപ്പോൾ 12 സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, 17 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ ഒ സി എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ടാണ് എടുത്തിട്ടുള്ളത്, 6 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആറിന് കൊടുക്കാം. ഒ സി ഇസ് ഈക്വൽ ടു 6 ആണ്. അപ്പോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് 12 സ്ക്വയർ പ്ലസ് 17 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വന്നു. അത് ഇൻ ട്രയാങ്കിൾ ഒ സി ക്യു. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് റൂട്ടില്ലാണ്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. അതായത് ഒ സി സ്ക്വയർ ഈക്വൽ ടു സി ക്യു സ്ക്വയർ പ്ലസ് ഒ ക്യു സ്ക്വയർ ആണ്. ഒ സി എന്ന് പറയുന്നത് എന്താണ്, ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഈക്വൽ ടു സി ക്യു എന്ന് പറയുന്നത് 12 സ്ക്വയർ പ്ലസ് ഒ ക്യു എന്ന് പറയുന്നത് എത്രയാണ്, 17 മൈനസ് എക്സ് നമ്മളിപ്പോൾ അവിടെ കണ്ടുപിടിച്ചു സ്ക്വയർ. ഇങ്ങനെ കിട്ടി. ഇനി ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം, ഇൻ ട്രയാങ്കിൾ ഒ എ പി. ഞാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ താഴെ എഴുതുക കേട്ടോ. ഇൻ ട്രയാങ്കിൾ ഒ എ പി, ഒ എ പിയിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഒ എ സ്ക്വയർ ഈക്വൽ ടു എ പി സ്ക്വയർ പ്ലസ് ഒ പി സ്ക്വയർ. അപ്പോൾ ഒ പി എക്സ് ആണ്, എ പി എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു 5. ഒ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ആർ സ്ക്വയർ. ആർ സ്ക്വയർ ഈക്വൽ ടു എ പി സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഫ്രം 1 and 2 അതിൽ രണ്ടിലും ആർ സ്ക്വയർ
ഈക്വൽ ആണ്, ആർ സ്ക്വയർ ഈക്വൽ ആണ്, നമുക്ക് ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാം. അതായത് 5 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 12 സ്ക്വയർ പ്ലസ് 17 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ആർ എന്താണെന്നുള്ളത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ കിട്ടും. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രം ഇക്വേഷൻ 1 and 2 നമുക്ക് എന്ത് കിട്ടി, രണ്ടിലും ആർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 5 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 12 സ്ക്വയർ പ്ലസ് 17 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഇനി ഇവിടെ 5 സ്ക്വയർ എന്ന് പറയുന്നത് 25 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 144. ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ, ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ എക്സ് സ്ക്വയറും നമുക്ക് ക്യാൻസൽ ആയി പോകും. ഇവിടെ 25 ഉണ്ട്, ഇവിടെ 144, 17 × 17 289 മൈനസ് ഇവിടെ എത്രയാണ് വരുന്നത്, 34x എന്ന് കിട്ടി. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. കാരണം ഇത് നെഗറ്റീവാണ്, അപ്പോൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 34 പോസിറ്റീവായി. ഇവിടെ 144 പ്ലസ് 289 മൈനസ് ഈ 25 ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് 25 ആയി. അപ്പോൾ അങ്ങനെയാണ് കിട്ടുക. 144 289 ആഡ് ചെയ്യുമ്പോൾ 13 1 12 13 433 മൈനസ് 25. അപ്പോൾ അവിടെ 8 408. 34x is equal to 408 ആണ്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് 408/34. 408/34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 12 ആണ് കിട്ടുക. 12 കിട്ടുക. ഇവിടെ നമുക്ക് എക്സ് അല്ല കണ്ടുപിടിക്കേണ്ടത്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഏതിൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ ഇവിടെ 17 മൈനസ് എക്സ് എന്നെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇക്വേഷനിൽ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതാണോ ചെറിയ ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. അപ്പോൾ അവിടെ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ആർ സ്ക്വയർ ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. നമ്മളിപ്പോൾ എക്സിന്റെ വാല്യൂവേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5 സ്ക്വയർ പ്ലസ് എക്സ് എത്രയാണ്, 12 സ്ക്വയർ. അപ്പോൾ 25 പ്ലസ് 144 ആണ് വരുന്നത്. 144ഉം 25ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 169 ആണ് കിട്ടുന്നത്. ആർ സ്ക്വയർ ആണ് 169. അപ്പോൾ ആർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 169 ആണ്. അപ്പോൾ എത്രയാണ്, 30. അതായത് റൂട്ട് മാറ്റുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഇടും. ഇതിൽ നമുക്ക് റേഡിയസ് ആണ്, റേഡിയസ് പോസിറ്റീവിലേ വരുള്ളൂ. അപ്പോൾ ആർ എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസ് ഓഫ് ദി സർക്കിൾ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് 13 സെൻറ്റിമീറ്ററിന് കിട്ടി. അപ്പോൾ ഇതിൽ ഇത്രയും ഓർമ്മക്കൊണ്ട് ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് 17 തന്നിട്ടുള്ളത്. ഈ OQയും OPയും ഒരിക്കലും ഈക്വൽ ആണെന്ന് അവിടെ പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, OP എന്നുള്ളത് എക്സ് ആയിട്ട് എടുത്തു. എക്സ് ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് OQ എന്ന് പറയുന്നത് 17 മൈനസ് എക്സ് ആയിരിക്കും. രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുന്നത്. രണ്ട് ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ കിട്ടും. ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിരുന്നു കുറച്ചും കൂടി ചെറുത്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എക്സിൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആർ എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.